അരുണാചൽ മിഷനിൽ പ്രവർത്തന നിരതനായിരിക്കെ അകാലത്തിൽ ലോകത്തോട് വിട പറഞ്ഞ പാലാരൂപത സ്വദേശിയായ സുരേഷ് അച്ഛന്റെ ബൈബിളിന്റെ ആദ്യ പേജിനെപ്പറ്റി സുഹൃത്തായ ഫാദർ വിൻസെന്റ് ഇടക്കരോട്ട് MCBS എഴുതിയ വാക്കുകൾ ശ്രദ്ധ നേടുന്നു. വൈദിക പരിശീലനത്തിനായി സെമിനാരിയിൽ ചേരുമ്പോൾ വളരെ കാര്യമായി കാത്തുസൂക്ഷിച്ചു കൊണ്ടുവരുന്ന ഒന്നാണ് ഒരു വിശുദ്ധ ബൈബിൾ. സെമിനാരിയിൽ ചേർന്ന ആദ്യ നാളുകളിൽ തന്നെ അത് മനോഹരമായി പൊതിഞ്ഞു സൂക്ഷിക്കാനും ആദ്യ താളുകളിൽ പേരെഴുതുവാനും ഓരോരുത്തരുടെയും ഹൃദയത്തിനും താൽപ്പര്യങ്ങൾക്കും ചേർന്ന കുഞ്ഞു കുറിപ്പുകൾ എഴുതി സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പതിവുണ്ട്. അപ്രകാരം സുരേഷ് അച്ഛൻ തന്റെ ബൈബിളിന്റെ ആദ്യ പേജിൽ എഴുതി വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: തുടക്കത്തിൽ കുഞ്ഞുനാളിലെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഈരടികൾ. സുരേഷ് അച്ഛന്റെ തീം സോങ് ആണ് അത്. ബൈബിളിന്റെ ആദ്യ താളുകളിൽ കുറിച്ചിരിക്കുന്നത് ഇപ്രകാരം: കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയെ ഈശോയെ ആശ്വാസം നീയല്ലോ. തുടർന്ന് ആ പേജിന്റെ സൈഡിൽ കുരിശിൽ കരങ്ങൾ വിരിച്ചു കിടക്കുന്ന ക്രൂശിതനായ ഈശോയുടെ ചിത്രം. ക്രൂശിതനായി ഈശോ തന്റെ ശിരസ് സ്വർഗത്തിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. അല്പം ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്ന ആ കുരിശിന്റെ കാൽച്ചുവട്ടിലെ ആണിപ്പഴുതുകളോട് ചേർന്ന് ഒരു തിരുവചനം. അത് ഇപ്രകാരമാണ്: എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവൻ എന്റെ ഹിതം നിറവേറ്റും. ജീവിതത്തിന് ശക്തി പകരുന്ന പല വചനങ്ങളും ഓരോരുത്തരും സൂക്ഷിക്കാറുണ്ട്. അത് പിന്നീട് ചിലപ്പോൾ ജീവിതം തന്നെയായി മാറും. അങ്ങനെ സുരേഷ് അച്ഛന്റെ ഇഷ്ടപ്പെട്ട വചനമാണിത്. ജീവിതം തന്നെ കാച്ചിക്കുറുക്കി എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ പേജിന്റെ അവസാനം കുരിശിന്റെ ചുവട്ടിലായി സുരേഷ് അച്ഛൻ തന്റെ മോട്ടോ എഴുതി വച്ചിരിക്കുകയാണ്: എന്റെ ഈശോയെ, ഇന്ന് നീ എന്റെ ചങ്ങാതി. ഇതാണ് സുരേഷ് അച്ഛന്റെ ബൈബിളിന്റെ ആദ്യ പേജ്. ഒറ്റ പേജിൽ അങ്ങനെ ജീവിതത്തെ ഇപ്രകാരം ഒതുക്കാൻ സുരേഷ് അച്ഛന് കഴിഞ്ഞു. ഇതായിരുന്നു ഫാദർ സുരേഷ് പറ്റേട്ട് MCBS എന്ന ഞങ്ങളുടെ കുഞ്ഞനുജൻ എന്ന് ഫാദർ വിൻസെന്റ് ഇടക്കരോട്ട് MCBS തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു.